റഷ്യയ്ക്ക് ഉക്രൈന്റെ വമ്പൻ തിരിച്ചടി. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് സമാനമായ മാരകാക്രമണമാണ് റഷ്യയിലേക്ക് ഉക്രൈൻ നടത്തിയിരിക്കുന്നത്. മോസ്കോയിൽ നിന്ന് 800 കിലോമീറ്റർ മാത്രം അകലെയുള്ള കാസിൻ നഗരത്തിലെ 2 ബഹുനില മന്ദിരങ്ങൾ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാരകമായ ആക്രമണം. 8 ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈന്റെ ശക്തമായ പ്രതികാരം. മോസ്കോയ്ക്ക് സമീപമുള്ള കാസൻ പട്ടണത്തിലെ അമ്പരചുംബികളായ 2 ബഹുനില മന്ദിരങ്ങളിലേക്ക് സാവധാനമെത്തുന്ന ഡ്രോണുകൾ ഇടിച്ചിറങ്ങുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ലോകത്ത് മുഴുവൻ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഇതാണ്. ആകാശത്ത് മാനം മുട്ടി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, കാസൻ നഗരത്തിന്റെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക്, ആ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലേക്ക് 2 ഡ്രോണുകൾ ഒരേ സമയം ഇടിച്ചിറങ്ങുന്നു. വമ്പൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ആ ബഹുനില മന്ദിരങ്ങൾക്കുള്ളിലേക്ക് വലിയ തീ പടരുന്നു. സമാനമായ വേൾഡ് ട്രേഡ് സെന്ററിൽ, അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ഭീകരാക്രമണം നടന്നതിന് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് മോസ്കോയ്ക്ക് സമീപം കാണാനായത്, റഷ്യയിൽ കാണാനായത്. ഉക്രൈൻ തൊടുത്തുവിട്ടത് 8 ഡ്രോണുകൾ. അതിൽ 6 എണ്ണം ഈ ബിൽഡിങ്ങുകളിൽ, ബഹുനില മന്ദിരങ്ങളിൽ ഇടിച്ചു. വമ്പൻ സ്ഫോടനമുണ്ടായി, വൻ നാശനഷ്ടമുണ്ടായി. മറ്റൊന്ന് ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ പതിച്ചു. ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടതായി റഷ്യയുടെ സൈന്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വലിയ ആക്രമണം, ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണം. കഴിഞ്ഞ ദിവസം ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യ നടത്തിയ ബാലിസ്റ്റിക് ആക്രമണത്തിന് ഉള്ള പ്രതികാരമാണ് ഇപ്പോൾ ഉക്രൈൻ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കീവിലേക്ക് നടത്തിയ റഷ്യൻ ആക്രമണത്തിൽ ഒരു ബഹുനില മന്ദിരം തകർന്നു. അവിടെ 6 രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും നയതന്ത്ര പ്രാധാന്യമുള്ള കെട്ടിടത്തിലേക്കാണ് റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗമുണ്ടായത്. അതേസമയം ആ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെങ്കിൽ റഷ്യയിലേക്ക് ഉക്രൈൻ നടത്തിയ മിന്നലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തു വന്നിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ റഷ്യയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ വമ്പൻ രാജ്യത്തിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഉക്രൈൻ. റഷ്യ കഴിഞ്ഞ ദിവസം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയെങ്കിൽ കേവലം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ മുഖച്ഛായയെ തന്നെ, റഷ്യയുടെ ഏറ്റവും അഭിമാനാർഹമായ 2 ബഹുനില അമ്പരചുംബികളായ കെട്ടിടത്തെ ആക്രമിച്ചിരിക്കുകയാണ് ഉക്രൈൻ. 8 ഡ്രോണുകളാകെ റഷ്യയെ കേന്ദ്രമാക്കി അയച്ചുവെങ്കിൽ അതിൽ 7 ഡ്രോണുകളും ലക്ഷ്യസ്ഥാനത്തെ ഭേദിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മോസ്കോയിൽ നിന്നും 800 മീറ്റർ മാറിയുള്ള നഗരമാണ് കസാൻ നഗരം. ആ കസാൻ നഗരത്തിലാണ് ഇപ്പോൾ ഉക്രൈൻ്റെ വലിയ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പിന്നാലെ റഷ്യ അവരുടെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കസാൻ വിമാനത്താവളമാണ് ആദ്യമായി അടച്ചുപൂട്ടിയത്. റഷ്യയുടെ വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നുയരുന്ന വിമാനങ്ങളെ ഉക്രൈൻ്റെ ഡ്രോണുകൾ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് റഷ്യ തങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ വിമാനത്താവളങ്ങളെയും അടച്ചുപൂട്ടാനുള്ള വലിയ ഉത്തരവ് നൽകിയിരിക്കുന്നത്. നിരോധനാജ്ഞ പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ റഷ്യയിലുള്ളത്. ഏത് നിമിഷം വേണോ റഷ്യയുടെ ഏത് പ്രധാന കെട്ടിടങ്ങളും ആക്രമിക്കപ്പെട്ടേക്കാമെന്നുള്ള സാഹചര്യമുണ്ട്. ഉക്രൈൻ വമ്പൻ ആക്രമണത്തിന് മുതിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയുടെ ഏവിയേഷൻ വാച്ച്ഡോഗ് റൊസാവിറ്റ്സായ ടെലിഗ്രാം വഴി അറിയിച്ചതാണ് ഏറ്റവും പുതിയ നടപടി. വടി കൊടുത്ത് അടി വാങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൊള്ളുന്നതായ റഷ്യ ഉക്രൈനിലേക്ക് ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള വമ്പൻ ഭീഷണി മുഴക്കിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്, ഞങ്ങൾ ആണവായുധം തയ്യാറാക്കിയിരിക്കുന്നു, ഏത് നിമിഷം വേണോ ഞങ്ങൾ കീവിലേക്ക് ആണവായുധം പ്രയോഗിക്കാം. ആണവായുധ പ്രയോഗം സംബന്ധിച്ചുള്ള ഞങ്ങളുടെ വമ്പൻ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുടിൻ്റെ ഈ വാക്കുകൾ. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പുടിൻ കീവിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നയതന്ത്ര പ്രധാനമായ പല ഓഫീസുകളും ഇരിക്കുന്ന ഒരു കെട്ടിടത്തെയാണ് ആക്രമിച്ച് നശിപ്പിച്ചത്. ഉക്രൈൻ്റെ ആണവ കേന്ദ്രങ്ങളെയും ഉക്രൈൻ്റെ ആയുധശാലകളെയുമാണ് ലക്ഷ്യം വെച്ചതെന്ന് പിന്നീട് റഷ്യൻ സൈന്യം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഉക്രൈന് തിരിച്ചടി അതിമാരകമായിരുന്നു. അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് സമാനമായ ആക്രമണം. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പതിയെ ആകാശത്തുകൂടെ പറന്നു പോകുന്ന ഡ്രോണുകൾ ഈ കെട്ടിടങ്ങളുടെ സമീപത്തേക്ക് എത്തുമ്പോൾ ഉഗ്രശബ്ദത്തോടുകൂടി ഇടിച്ചിറങ്ങുകയാണ്. അതിന് പിന്നാലെ ഉഗ്രൻ സ്ഫോടനം ഉണ്ടാകുന്നു. തീഗോളങ്ങൾ ആകാശത്തിലേക്ക് പരക്കുകയാണ്. അങ്ങനെ റഷ്യയുടെ അഹന്തയ്ക്ക് മേൽ, റഷ്യയുടെ ഒരു പ്രതാപത്തിന് മേൽ വലിയ മസ്തകത്തിലുള്ള അടി നൽകിയിരിക്കുന്നു ഉക്രൈൻ എന്ന രാജ്യം.
റഷ്യ എന്ന പ്രതാപശാലിയായ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉക്രൈൻ. ഉക്രൈനിലേക്ക് ആണവായുദ്ധം നടത്തുമെന്ന്, ആണവായുധ ആക്രമണം നടത്തുമെന്ന് പുടിൻ പറഞ്ഞെങ്കിൽ റഷ്യയെ ഞെട്ടിക്കുന്ന ആക്രമണം നടത്തി തിരിച്ചടിച്ചിരിക്കുകയാണ് ഉക്രൈൻ. മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അതിർത്തി മേഖലകളിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി മോസ്കോ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ കീവിൽ നടത്തിയ ആക്രമണത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം റഷ്യയിലെ കുർദ് മേഖലയിലെ ഒരു ചെറിയ പട്ടണമായ റൈൽസിനെ ഉക്രൈൻ ലക്ഷ്യം വെച്ചതായും ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 12ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഒരു സ്കൂളും പൈലറ്റ് ട്രെയിനിങ് കോളേജ് ഡോർമെട്രിയും ഉൾപ്പെടെയുള്ള സിവിലിയൻ സൗകര്യങ്ങൾ ആക്രമിക്കാൻ കീവ് US നൽകിയ ഹിർമസ് റോക്കറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചതായി റഷ്യ ആരോപിച്ചു. അതിർത്തിയിൽ നിന്നും 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 15,000-ഓളം ആളുകൾ അധിവസിക്കുന്ന ഒരു പട്ടണത്തെ ആക്രമിക്കാനാണ് ഉക്രൈൻ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചതായി റഷ്യയുടെ ഏറ്റവും പുതിയ ആരോപണങ്ങൾ പുറത്തു വരുന്നത്. റഷ്യ ആക്രമിക്കാൻ ഉക്രൈൻ തൊടുത്തത് 60 ഡ്രോണുകൾ, 4 ബാലിസ്റ്റിക് മിസൈലുകൾ. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ നിശബ്ദമാക്കുകയായിരുന്നു ഉക്രൈൻ. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നിശബ്ദമാക്കാൻ, മറികടക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഡ്രോൺ ആക്രമണമാണെന്ന് ഉക്രൈൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഡ്രോൺ ആക്രമണത്തിലൂടെ റഷ്യയെ തകർക്കാനുള്ള വമ്പൻ നീക്കങ്ങളാണ് ഇപ്പോൾ ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈന്റെ ഡ്രോണുകൾ റഷ്യയുടെ ആകാശപാതയിലേക്ക് എത്തുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുകയോ കാണാതെ പോവുകയോ ചെയ്യുന്നു റഷ്യയുടെ വീമ്പ് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. മുമ്പ് റഷ്യ ഇറാന് നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനം ചുരുട്ടിക്കൂട്ടി നിശബ്ദമാക്കിയ ശേഷമായിരുന്നു ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണം ഉണ്ടായത്. അതിന് സമാനമായ ഒരു പരാജയമാണ് ഇന്ന് റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉക്രൈന്റെ ഡ്രോണുകൾക്ക് മുന്നിൽ സമ്മതിച്ചത്. ഉക്രൈന്റെ ഡ്രോണുകളെ പ്രതിരോധിക്കാനോ അവയെ നിയന്ത്രിക്കാനോ അവയെ ആക്രമിച്ച് തകർക്കാനോ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഈ പാളിച്ച കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിരന്തരം ഉക്രൈൻ റഷ്യയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുന്നത്. റഷ്യ ബാലിസ്റ്റിക് മിസൈലും അതുപോലെ തന്നെ ആണവ ആയുധങ്ങളും ആക്രമിക്കുമെന്ന് പറയുമ്പോൾ ഉക്രൈൻ വീമ്പ് പറയുന്നില്ല, ഉക്രൈൻ പ്രവർത്തിച്ചു കാണിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ബാലിസ്റ്റിക് മിസൈല് റഷ്യയിലേക്ക് അയക്കാൻ ഉക്രൈന് ചിലവാകുന്നത് 1.5 ലക്ഷം യൂറോയാണ്. എന്നാൽ ഒരു ഡ്രോൺ റഷ്യയിലേക്ക് അയക്കാൻ കേവലം 2000 യൂറോ മാത്രമാണ് ഉക്രൈന് ചിലവ്. അപ്പോൾ ഏറ്റവും താരതമ്യേന ചെലവ് കുറഞ്ഞ ഒരു മാർഗം, എന്നാൽ ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു ആയുധം, അതാണ് ഉക്രൈനെ സംബന്ധിച്ച് ഡ്രോൺ എന്നത്. ആ ഡ്രോൺ ഉപയോഗിച്ച് റഷ്യയുടെ പ്രതാപത്തിന് മേൽ, റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് മേൽ, റഷ്യയുടെ അഹന്തയ്ക്ക് മേൽ കടുത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് ഉക്രൈൻ എന്ന രാജ്യം. ഉക്രൈൻ്റെ 60 ഡ്രോണുകൾ റഷ്യയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. അതിൽ 8 ഡ്രോണുകൾ റഷ്യക്ക് നൽകിയത് കനത്ത പ്രഹരമാണ്. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് സമാനമായ ആക്രമണം റഷ്യയിലുണ്ടായിരിക്കുന്നു, മോസ്കോയ്ക്ക് സമീപമുണ്ടായിരിക്കുന്നു. വ്ളാഡിമിർ പുടിനാകെ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുന്നു. ഉക്രൈൻ്റെ സംഹാര താണ്ഡവമാണ് ഇപ്പോൾ റഷ്യയിൽ കാണുന്നത്.